മാന്നാർ മച്ചാൻസിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എമ്പുരാനെ കുറിച്ചാണ്. എമ്പുരാൻ വീണ്ടും ഓരോ ദിവസവും ആകുമ്പോൾ റെക്കോർഡ് മാറ്റി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൃഥ്വിരാജ് ആണെങ്കിൽ ഇന്നാണെങ്കിൽ ട്വിറ്റർ പേജ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. 24 മണിക്കൂറിൽ 645K ആണ് ഈ സിനിമയുടെ ബുക്ക് മൈ ഷോയിലാണെങ്കിൽ ബുക്കിംഗ് നടന്നിരിക്കുന്നത്. ഇത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു റെക്കോർഡാണ്. ഇനിയും വരും ദിവസങ്ങളിൽ കറക്റ്റ് നമ്മുടെ ലാലേട്ടൻ്റെ പവർ എന്താണെന്നുള്ളത് നമ്മൾ കാണാൻ പോവുകയാണ്. ശരിക്കും ഇപ്പോൾ അത് ആൾക്കാർ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏകദേശം നമ്മുടെ ഹിന്ദി സിനിമയിലാണെങ്കിൽ ഷാറുഖ് ഖാൻ, സൽമാൻ ഖാൻ ഇവരുടെ ഫാൻസുകാർ തമ്മിലാണെങ്കിൽ നമ്മുടെ എമ്പുരാൻ്റെ ബുക്കിംഗ് തുടങ്ങിയതിന് ശേഷം മുതൽ ഭയങ്കര ഫൈറ്റാണ് ട്വിറ്റർ നടക്കുന്നത്. കാരണം ഷാറുഖ് ഖാൻ ഫാൻസുകാരാണെങ്കിൽ സൽമാൻ ഖാനെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു ഫൈറ്റാണ് നടക്കുന്നത്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബുക്ക് മൈ ഷോയിലെ സംഭവമാണ് ടിക്കറ്റ് ബുക്കിംഗ് നടക്കുന്നത് സിക്കന്ദറിനേക്കാളും നല്ല രീതിക്കാണ് എമ്പുരാന് നടക്കുന്നത്. അപ്പോൾ അത് വെച്ച് ട്രോളിയാണ് നമ്മുടെ ഷാറുഖ് ഖാൻ ഫാൻസുകാരാണെങ്കിൽ സൽമാൻ ഖാൻ്റെ ഫാൻസുകാരെ കളിയാക്കുന്നത്. എമ്പുരാൻ്റെ ആണ് ഭയങ്കര സംഭവമായിട്ട് നടക്കുന്നതെന്നും പറഞ്ഞ് അങ്ങനെ അവിടെ ഈ സിനിമ ഭയങ്കര ഒരു ചർച്ചാ വിഷയമായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം വരുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ലൊരു തുടക്കമാണ്. കാരണം നമ്മളൊരു മലയാള സിനിമ ഇതുപോലെ വെളിയിലോട്ടൊക്കെ പോയി ഇത്രയും ചർച്ചാ വിഷയമാകുന്നതെന്നൊക്കെ പറയുന്നത് അതിൽ നായകനും വേറെ ആരുമല്ല, നമ്മുടെ മലയാളത്തിന്റെ ഒരേ ഒരു രാജാവായിട്ടുള്ളത് നമ്മുടെ ലാലേട്ടനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതിനു മുമ്പ് നമ്മൾ ഇതുപോലെ ഒരു ടിക്കറ്റ് ബുക്കിങ്ങിൽ ഒരു തെള്ളിക്കാരൻ കണ്ട സിനിമ ലിയോ ആയിരുന്നു. പക്ഷെ അതല്ലാതെ മലയാള സിനിമയെ വെച്ച് മാത്രം നോക്കുവാണെങ്കിൽ നമുക്കറിയാം അങ്ങനെ ഏറ്റവും കൂടുതൽ തെള്ളിക്കാറ്റം ഉണ്ടായിട്ടുള്ള സിനിമകൾ ലാലേട്ടൻ്റെ ചിത്രങ്ങൾ മാത്രമാണ്. കാരണം ഇതിനും വേറെ സിനിമകളുണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് ലാലേട്ടൻ്റെ സിനിമയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം പുലിമുരുകൻ്റെ കാര്യം. ആ ഒരു ടൈമിൽ ടിക്കറ്റ് കിട്ടാതെ എത്ര ആൾക്കാരാണ് നടന്നിട്ടുണ്ടെന്ന് നമുക്ക് കറക്റ്റ് അറിയാവുന്നതാണ്. കാരണം അമ്മാതിരി ഒരു ടിക്കറ്റ് ബുക്കിങ്ങും അതുപോലെ തന്നെ തിയേറ്ററിലും ടിക്കറ്റ് കിട്ടാതെ ആൾക്കാർ വന്ന് ടിക്കറ്റ് ബുക്കിംഗ് എടുക്കാൻ പറ്റാതെ നിന്ന് രാവിലെ വന്ന ആൾക്കാർ ഉച്ചക്കത്തെ വൈകിട്ടത്തെ ടിക്കറ്റ് കിട്ടണമെന്ന് പറഞ്ഞ് അവിടെ ഇരുന്നിട്ടുള്ള ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുള്ള ഒരു സിനിമയാണ് പുലിമുരുകൻ. അത്ര റേഞ്ചുള്ള ഒരു സ്റ്റാർഡം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ഒരു സമയത്ത്. ഇപ്പം കുറച്ച് സിനിമകളൊന്നും ശരിക്കും പോകാത്തത് കൊണ്ടാണ് ഈ ഒരു രീതിക്ക് നിൽക്കുന്നത്. പക്ഷേ ഒറ്റ പടം മതി അദ്ദേഹത്തിന് പിടിച്ചു വരാനായിട്ട്. ആ ഒരു സിനിമയാണ് ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ പൃഥ്വിരാജ് സംഭവമായിട്ടുള്ള ഈ ഒരു ചിത്രം. ഈ ഒരു ചിത്രത്തിൽ എന്തായാലും അദ്ദേഹം തിരിച്ചു വന്നിരിക്കുന്നതിനാണ് നമ്മുടെ പ്രതീക്ഷ. ഉറപ്പാണ് പൃഥ്വിരാജ് ആ സിനിമയിൽ ലാലേട്ടനെ നമുക്ക് തിരിച്ചു തരും. അതിൻ്റെ ഒരു തെളിവാണ് 3 മിനിറ്റ് 50 സെക്കൻഡുള്ള ആ ഒരു ട്രെയിലറായിട്ട് നമ്മൾ കണ്ടത്. എന്തായാലും ഇനിയും വരും ദിവസങ്ങളിലെ റെക്കോർഡും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ചാനൽ പറയുന്നതായിരിക്കും. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.